ലഞ്ച് കഴിക്കാൻ പോവുക. ഇതാണെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിച്ചു ഊണ്. വേണ്ടേ 80 രൂപ. പപ്പടം, മീൻ വറുത്ത എക്സ്ട്രാ വാങ്ങിച്ച, പിന്നെ സവോള, പാവയ്ക്ക അച്ചാറ്, മുളക് ചമ്മന്തി, പയർ മെഴുക്കുവരട്ടി, ബീറ്റ്റൂട്ട് പച്ചടി, അവിയൽ, ഇത് സാമ്പാർ, മീൻചാറ്, പിന്നെ പുളിശ്ശേരി. കഴിക്കട്ടെ ഇനി കേട്ടോ. പിന്നെ എല്ലാവരും മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങൾ മാറ്റിക്കട്ടെ കറിയല്ല. മീൻ വറുത്ത് അവിടെ മാറ്റിക്കാം. സബോള കൂടെ മാറ്റിക്കട്ടെ. ഓക്കെ, അവിടെ മാറ്റി വെച്ചു. ഇനി കഴിക്കട്ടെ. എൻ്റെ പപ്പടം 1 2 3 4 5 6 7 8 കറിയും പപ്പടവും 80 രൂപ ഊണ്. 80 രൂപ ചോറ്. ഇത്രയും കറി കൂട്ടിയേ ഈ മീൻ വറുത്തും കൂട്ടി കഴിക്കാം. ഇതിനെ വൈകുന്നേരം എടുക്കാം, വൈകുന്നേരം കഴിക്കാം ചോറിൻ്റെ കൂടെ. പപ്പടം ഇത് മൊത്തം ഞാൻ കഴിക്കത്തൊന്നുമില്ല കേട്ടോ. ഇത്രയും എൻ്റെ പൂച്ചയ്ക്കാം, ഇത്രയും ഞാൻ കഴിക്കും. കഴിക്കട്ടെ. ആദ്യമേ അവിയലെടുക്കട്ടെ, തുറക്കട്ടെ. ഓക്കെ, വേണ്ടത് ഈ അവിയൽ ഇങ്ങോട്ട് കുടഞ്ഞിട്ടെ. കുടഞ്ഞിട്ടു. ഇനി കവർ കൊണ്ട് കളയണം. തൽക്കാലം ഇപ്പം ഇങ്ങോട്ട് വെക്കാം. കഴിക്കണ്ട അവിയൽ ഇച്ചിരി തിന്നു നോക്കട്ടെ. നല്ല അവിയല. ഇച്ചിരി ഉപ്പിൻ്റെ കുറവുണ്ട്, അത് ഒഴിക്കട്ടെ. ഓക്കെ, ഉപ്പ് ഒഴിച്ചു. ഇനി കഴിക്കട്ടെ. അതിന് നല്ലോണം നിറക്കട്ടെ. ഇനി പയർ മെഴുക്കോട്ടി എടുത്തില്ലല്ലോ. പയർ മെഴുക്കോട്ടി നല്ല ഗുണം കേട്ടോ. ഞങ്ങളുടെ കൊച്ചമ്മനത്തുള്ള കടയിലെ, കൊച്ചമ്മനെന്ന് പറഞ്ഞ സ്ഥലം ഇല്ലേ, അറിയോ? എടത്തുവ അവിടെ എടത്തുവ പള്ളി, ചക്കളത്തുവ അമ്പലം, അതിൻ്റെ ഇടയ്ക്ക് കിടക്കുന്ന പാവമാണ് ഇത്. പയർ മെഴുക്കോട്ടിയല്ല, വെണ്ടയ്ക്ക മെഴുക്കോട്ടിയാണ്. ഇച്ചിരി അവിയലും എടുക്കട്ടെ. ശകല സബോള, മീൻ വറുത്ത്, അയില വറുത്തത്, കഴിക്കട്ടെ. ഇത് കഴിച്ചു കഴിഞ്ഞേ ഈ വെണ്ടയ്ക്ക മെഴുക്കോട്ടയും ഈ അവരുടെ ഇട്ട് ചോറ് കഴിച്ചു കഴിഞ്ഞ് ബാക്കിയുള്ള കറി എടുക്കാം. സബോള, ഇത് വൈകുന്നേരം ചോറ് കഴിക്കാൻ വേണ്ടി എടുക്കാം. ഞാനൊരു പൂച്ച നോക്കിയിട്ടെ വന്നിട്ടുണ്ടോ എന്ന്. ഒന്നിനെ കാണാനില്ലല്ലോ. വാ 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 പെട്ടെന്ന് വാ പാടിക്കും, പെട്ടെന്ന് വാ. ഇന്നലെ ഇട്ട് കൊടുത്ത ചോറിൻ്റെ ബാക്കിയാണ് കേട്ടോ, അവിടെ എല്ലാം ഇട്ട്. ബാങ്ങി വാ, പെട്ടെന്ന് വാ. ചോറ് തരട്ടെ. ബാക്കിയുള്ള നിൻ്റെ പിള്ളേരെന്ത് ചെയ്യും? ഈ 2 പിള്ളേരെന്ത് ചെയ്ത്? എന്ത് ചെയ്യുന്നു? പ്രസംഗം കഴിച്ചിട്ട് നിൽക്കുക. അതിൽ പിള്ളേരെന്ത് ചെയ്യുന്ന അറിയത്തില്ല. ഇപ്പം ജനിച്ചത് 2 എണ്ണം കറങ്ങാൻ പോയി. കണ്ടംപൂച്ച ഉണ്ടായി, 2 കണ്ടംപൂച്ചയുള്ളത്. അത് ഈ ഉണത്തെ വെള്ളം ഒരെണ്ണം അപ്പുറത്തെ വീട്ടിലുണ്ട്, അത് കടിച്ചു ഓടിക്കും.
അത് കാരണം വിശക്കുമ്പോൾ മാത്രം പേര് ഇങ്ങോട്ട് വരും. അല്ലാത്തപ്പോൾ എവിടെയെങ്കിലും കറങ്ങി തിരിഞ്ഞ് നടക്കും. പോവുകയാണോ? അങ്ങോട്ടാ പോവാ? കൊച്ചുങ്ങളെടുക്കാണ്ട് പോകാൻ തോന്നുന്നു. ഇനി വാ വാ. അങ്ങ് പോയി. വരാൻ വാ. ചോറ് വേണ്ടേ? അങ്ങ് പോയി. ഞാനേ കഴിച്ചിട്ട് പെട്ടെന്ന് ചോറുണ്ട് ഇട്ട് കൊടുക്കാം. കഴിക്കട്ടെ പെട്ടെന്ന്. മീൻ വറുത്ത് വെച്ച് എരിവുണ്ട്. അയല വറുത്ത്. അയലക്ക് 1 കിലോ 300 രൂപയാണ്. 300. ഞാൻ 1/2 കിലോ വാങ്ങിച്ചപ്പോഴല്ലോ വാങ്ങിച്ചു. 3 എണ്ണം കിട്ടി. വലുതായിരുന്നു. കായയുടെ തൊലി. തക്കാളിക്ക, ക്യാരറ്റ്, സബോള, മീൻ വറുത്ത്. അവിടെ മുള്ളാണ് ഭയങ്കര. മാറ്റി വെക്കട്ടെ മുള്ള്. ഇങ്ങോട്ട് മാറ്റട്ടെ. വേണ്ട, ഇതിനോട് വിട്ടേക്കാം കവറിൻ്റെ കൂടെ. ഇപ്പം നാളെ പോയി മീൻ വാങ്ങണം. വൈകുന്നേരത്തേക്ക് ഈ മീൻ ചാറ് എടുക്കാം, ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷെ നാളെ കഴിക്കണമെങ്കിൽ മീൻ കൂട്ടണമെങ്കിൽ പോയി വാങ്ങണം രാവിലെ. അവിടെ വേറൊരു മീൻ കുളം തുടങ്ങി. ദേവൻ എന്ന് പറഞ്ഞു നല്ല പേര്. പെട്ടെന്ന് കഴിക്കട്ടെ. ഇനിയും ബീറ്റ്റൂട്ട് പച്ച കഴിക്കട്ടെ. ഓ, ഇതാ കവറെ മൊത്തം പറ്റിപ്പിടിച്ചിരിക്കുക. അതാണ് കേട്ടോ. ഇച്ചിരി ചോറിട്ടിളക്കി കഴിച്ചു പോട്ടെ. നല്ല. ഞാനിതൊന്ന് പഠിച്ചെടുക്കട്ടത് കവറേന്ന്. വേണം കേട്ടോ. നല്ല ബീറ്റ്റൂട്ട് പച്ചടി നല്ല. ഇരിക്കട്ടെ. ഇതിൻ്റെ തലഭാവം ഇച്ചിരി വിട്ടെ പൂച്ചക്ക് കൊടുക്കാം ചോറ്. ഇത്രയും എൻ്റെ പൂച്ചയ്ക്ക്, എനിക്ക്. ഓക്കെ. കവറേന്ന് എടുക്കാൻ പോലും പറ്റുന്നില്ല. അതാണ് നക്കിയെടുത്ത്. മതി. ഈ കവറോടെ എടുത്ത് വെക്കണേ. മുളക് മതി ഇടിക്കട്ടെ. മതി. പാവയ്ക്ക അച്ചാറ് അതുപോലെ ഇരിക്കട്ടെ. ചോറ് കഴിച്ചാൽ ഇനി കറി എടുക്കേണ്ടത് വൈകുന്നേരമേ കഴിക്കുമ്പോഴത്തേക്ക്, ഡിന്നർ കഴിക്കുമ്പോഴത്തേക്ക് ഇതിലൂടെ എടുക്കാം. സാമ്പാർ, മീൻ കറി, പുളിശ്ശേരി, പിന്നെ മുളക് ചമ്മന്തി,
പാവയ്ക്കച്ചാറ് ഇത്രയും കൂട്ടി കഴിക്കാം ഡിന്നർ. മീനിൻ്റെ കുറച്ച് എടുക്കണേ, ഇത്രയും വേണ്ട. അത് ഒത്തിരി ഇട്ട് കൊടുത്താൽ കഴിക്കത്തില്ല. മീൻ ശകലം മതി, ഒരു പേരിന് മാത്രം. ഒത്തിരി ഇട്ട് കൊടുത്താലും കഴിക്കത്തില്ല പൂച്ച, ഇട്ടിട്ട് പോവും. ഒരു മുള കണ്ടോ, എന്ത് മുള്ളാവത്തെ. ഒരു നടുക്കഷ്ണം എടുത്താൽ മതിയായിരുന്നു. തലയുടെ ഭാഗമാണ് ഇത്രയും മുള്ളു. ഞാൻ കഴിച്ചു കഴിഞ്ഞേ. ഇനി ഈ മീനും കൂട്ടി ഈ ചോറ് എൻ്റെ പൂജ കൂടി ഇട്ട് കൊടുത്ത് വേണ്ടേ. അതിന് മുമ്പേ ഒരു പാത്രം എടുത്തുകൊണ്ട് വരട്ടെ, ഇതിനകത്തിട്ട് കൊണ്ടിട്ട് കൊടുക്കാൻ പാടാം. പാത്രം എടുത്തുകൊണ്ട് വരട്ടെ. ഞാൻ കഴിച്ചു കഴിഞ്ഞേ അവിടെ പൂച്ചയ്ക്ക് കൊണ്ട് ചോറിട്ട് കൊടുത്തിട്ടുണ്ട്. വേണ്ടേ, ഒന്നും വന്നിട്ടില്ല, എല്ലാം അങ്ങോട്ട് കറക്കാൻ പോയിരിക്കുക. കണ്ടോ, എന്തേ അറിയത്തില്ല, ഒരെണ്ണത്തിനെ കാണുന്നില്ല, അല്ലാത്തപ്പോൾ ഈ വാതിൽ കാണുന്ന. എന്തെങ്കിലും എൻ്റെ വീഡിയോ ഒക്കെ നിർത്തുവാണേ. എല്ലാവരും മറക്കാതെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ആദം സേറ വ്ളോഗ്സ് മറക്കാം, എഴുതു കേട്ടോ. ഇതാണെങ്കിൽ ഫ്രിഡ്ജകത്തോട്ട് വെച്ചേക്കാം, വൈകുന്നേരം എടുക്കാം. വീഡിയോ ഒക്കെ നിർത്തുവാണേ കേട്ടോ.